വർഷം 1957. സ്ഥലം തായ്ലൻഡ്. അവിടെ ഒരു പഴയ ക്ഷേത്രത്തിൽ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച 10 അടിയിലധികം ഉയരമുള്ളൊരു വലിയ ബുദ്ധപ്രതിമ ഉണ്ടായിരുന്നു. വർഷങ്ങളായി അവിടെ ഇരിക്കുന്ന ആ പ്രതിമ അത്ര ഭംഗിയുള്ളതൊന്നും ആയിരുന്നില്ല. ആ കളിമണ്ണ് പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് കാണാൻ അത്ര സുഖമുള്ള ഒന്നായിരുന്നില്ല അത്. ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഈ പ്രതിമ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ അവർ തീരുമാനിച്ചു. ഭീമാകാരമായ ആ പ്രതിമ മാറ്റാനായി ഒരു വലിയ ക്രെയിൻ അങ്ങനെ അവർ അവിടെ എത്തിച്ചു. എന്നാൽ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയപ്പോൾ ആ പ്രതിമയുടെ ഭാരം കാരണം അതിലൊരു വലിയ വിള്ളൽ വീഴുകയുണ്ടായി. കൂടാതെ അന്ന് വൈകുന്നേരം ശക്തമായ മഴയും പെയ്യാൻ തുടങ്ങിയതോടെ ആ പ്രതിമ നനഞ്ഞ് നശിക്കുമെന്ന് പേടിച്ചൊരു പ്രധാന സന്യാസി രാത്രി മുഴുവൻ അവിടെ കാവലിരുന്നു. രാത്രിയിൽ ടോർച്ചടിച്ച് വിള്ളൽ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു. കളിമണ്ണിൻ്റെ ആ വിള്ളലിനുള്ളിൽ നിന്ന് എന്തോ ഒന്ന് തിളങ്ങുന്നു. അദ്ദേഹം വേഗം ഒരു ഉളിയും ചുറ്റികയും എടുത്ത് പതുക്കെ ആ കളിമണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങി. ഓരോ പാളിയും മാറ്റും തോറും തിളക്കം കൂടി വന്നു. മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം കണ്ട കാഴ്ച ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി. ആ 10 അടി ഉയരമുള്ള പ്രതിമ വെറും ഒരു കളിമൺ പ്രതിമയായിരുന്നില്ല. അത് തങ്കം കൊണ്ട് നിർമ്മിച്ച ശുദ്ധമായ സ്വർണ്ണ പ്രതിമയായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ രാജ്യം ശത്രുക്കൾ ആക്രമിച്ചപ്പോൾ സ്വർണ്ണ പ്രതിമ അവർ കൊണ്ടുപോകാതിരിക്കാൻ അന്നത്തെ സന്യാസിമാർ ചെയ്തൊരു ബുദ്ധിയായിരുന്നു അത്. അവർ ആ സ്വർണത്തിന് മുകളിൽ കളിമണ്ണ് പൂശി അതിനെ വിരൂപമാക്കി. കാലക്രമേണ ആ സന്യാസിമാരൊക്കെയും മരിച്ചുപോയി. പിന്നീട് വന്നവർ വിചാരിച്ചത് അത് വെറും ഒരു കളിമൺ പ്രതിമ മാത്രമാണെന്നാണ്. ഏകദേശം 200-ലധികം വർഷം ആ സ്വർണം ആ കളിമണ്ണിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ ഓരോരുത്തരും ജനിച്ചപ്പോൾ ആ സ്വർണ്ണ പ്രതിമയെപ്പോലെ അമൂല്യരായിരുന്നു. എന്നാൽ നമ്മൾ വളർന്നു വന്നപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ, പരാജയങ്ങൾ, മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ, നമ്മുടെ തന്നെ പേടികൾ, ഇതൊക്കെ കളിമൺ പാളികൾ പോലെ നമ്മുടെ മുകളിൽ വന്ന് മൂടി. ഇന്ന് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് ആ കളിമണ്ണ് മാത്രമാണ്. പക്ഷെ ആ കളിമണ്ണിന് താഴെ മാറ്റുകുറയാത്തൊരു സ്വർണം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. ആ സ്വർണമാണ് നമ്മുടെ കഴിവുകൾ, നമ്മുടെ സ്നേഹം, നമ്മുടെ ആത്മവിശ്വാസം. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.